അരുൺ, ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്ന് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പറഞ്ഞതാവാൻ വഴിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ്, ഒരു എപ്പോഴും സംസാരിക്കുന്ന ശൈലിയെല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ട്രൈബൽ വകുപ്പിലെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹം കൂടുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും മട്ടപ്പാടിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എല്ലാം ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്നു. അതവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഒഴിവാക്കാത്ത ഒരാളുമാണ്. അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന കാര്യം എന്താണ്? അതിനകത്ത് ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം അത് കാണുന്നവർക്ക് വിടാം. പക്ഷേ ട്രൈബൽ വകുപ്പിനെ എവിടെയാണ് അത് താഴ്ത്തി കെട്ടിയത്? ഒരു സ്ഥലത്തും അദ്ദേഹം ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാ ട്രൈബൽ വകുപ്പ് ഇങ്ങനെ ഒരു ഉന്നത കുലജാതൻ വന്നതുകൊണ്ട് നന്നാകും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബൽ വകുപ്പിന് മോശമാണ് പറയുന്നത്. ഇപ്പോൾ ഭരിക്കുന്നവരെ അല്ല ട്രൈബൽ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ട്രൈബൽ വകുപ്പിന് ഇപ്പം എന്താ മോശം അതിനുകൊണ്ട് വരുന്നത്? ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കെ കരുണാകരൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ വകുപ്പാണല്ലോ ഈ പിന്നോക്ക വകുപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിന്നോക്ക വകുപ്പ് കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രിയും കൂടിയാണ്.